ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാവന വീട്ടിൽ ചെന്ന ശേഷം ഗായത്രിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, ഇനി എന്തുകൊണ്ടാണ് എൻ്റെ ഫോൺ എടുക്കാഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് വിജയപത്മനും ജാനകിയും കൂടി വരുന്നത്. എന്നിട്ട് മാനസയെക്കുറിച്ച് പറയുകയാണ്. ജയനിർമ്മലയുടെ സ്വഭാവം അനുസരിച്ച് മാനസയെ ഇനി ആ വീട്ടിൽ നിർത്തുന്നത് അത്രയ്ക്ക് ബുദ്ധിയല്ല എന്ന് വിജയപത്മനും ജാനകിയും കൂടി പറയുകയാണ് കേട്ടോ. ആ സമയത്ത് മാനസയെക്കുറിച്ച് ഭാവന മനസ്സിൽ ചിന്തിക്കുകയാണ്. എല്ലാവരും ചേർന്ന് മാനസയെ കുറ്റപ്പെടുത്തുകയാണ് ണല്ലോ. എന്ത് ചെയ്യാനാണ് ഞാൻ? മാനസ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് എങ്ങനെ ഞാൻ ഇവരോട് പറയും? ഇനിയിപ്പോൾ ആ സത്യം ആരോടും പറയരുത് എന്ന് സൂര്യ പറഞ്ഞതല്ലേ എന്നൊക്കെ മാനസയെക്കുറിച്ച് ഭാവന ചിന്തിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരുമായി ഭാവനയോട് മാനസയെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പറയുകയാണ്. അപ്പോൾ മായ പറയുന്നുണ്ട്, ഭാവന നിങ്ങളെ എല്ലാവരെയും ചതിക്കാൻ നോക്കിയതാണ് മാനസ. വല്ലവൻ്റെയും കുഞ്ഞിനെ നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനല്ലേ നോക്കിയത്. അതുകൊണ്ട് ഇനി മാനസയെ അവിടെ നിർത്തണ്ട. അവിടെ നിർത്തുന്നത് നിനക്കത്ര സേഫ് അല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞയക്കാൻ നോക്ക് എന്ന് പറയട്ടോ. അപ്പോൾ ഭാവന പറയണേ, ഞാനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ജയനിർമ്മല ആൻറ്റിയാണ്. അതുകൊണ്ട് എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയട്ടോ. അപ്പോൾ വിജയപത്മനും ജാനകിയും കൂടി പറയുന്നുണ്ട്, ജയനിർമ്മലയുടെ സ്വഭാവം അനുസരിച്ച് അവളെ ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ മോളെ തന്നെ സൂര്യയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പൈസ തരികയും പിന്നീട് എല്ലാ കരുക്കളും നീക്കിയതും ഒക്കെ ഈ ജയനിർമ്മലയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കെന്തോ ജയനിർമ്മലയെ അത്രയ്ക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ തോന്നുന്നില്ല എന്ന് വിജയപത്മനും ജാനകിയും കൂടി പറയുകയാണ്. ആ സമയത്ത് ഭാവന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗായത്രി പറയുന്നുണ്ട്, അതിന് ഇവളെ ഇനി കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇവളുടെ സ്വഭാവത്തിന് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കും. അതാണ് ഇവളുടെ ഒരു പ്രശ്നം എന്ന് പറയാണ്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ആരെയും അങ്ങനെ കുറ്റപ്പെടുത്താനൊന്നും എനിക്ക് കഴിയില്ല. കാരണം എൻ്റെ അനിയത്തി ഭാമ തന്നെ കണ്ടില്ലേ, അംബാലികയുടെ വാക്കും കേട്ട് എന്നെ പറ്റിക്കാൻ വേണ്ടി നോക്കിയില്ലേ. അതുപോലെ മാനസയ്ക്കും എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മാനസ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. എന്നോട് ഇനി കൂടുതലൊന്നും ആരും ചോദിക്കരുത് എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും സേതു വരികയാണ്. എന്നിട്ട് സേതു പറയണേ, നീ പറയുന്ന വാക്കുകളൊക്കെ എനിക്കങ്ങ് വിശ്വസിക്കാൻ കഴിയും. മാനസയെക്കുറിച്ചുള്ള എല്ലാ കാര്യവും ഭാവന നിനക്ക് അറിയാമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭാവന അങ്ങ് പതറിപ്പോവുകയാണ് കേട്ടോ. അങ്ങനെ സേതു പറയാണ്, നീ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം, എല്ലാ കാര്യവും നിനക്ക് അറിയാമായിരുന്നു എന്ന് ചോദിക്കട്ടെ. അപ്പോൾ ഭാവന, എന്തിനായിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൂടെ എന്നും പറഞ്ഞ് ഭാവന അവിടെ നിന്നും പോയിട്ട് നേരെ ഫോട്ടോയുടെ അവിടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ തിരി കൊളുത്തുകയാണ് കേട്ടോ. എന്നിട്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്, അച്ഛ ഇതിൽ നിന്നും ഈ പ്രതിസന്ധിയിൽ നിന്നും എന്നെ ഒന്ന് രക്ഷിക്കണം. ഞാൻ എങ്ങനെ ഇവരോട് ഈ സത്യമൊക്കെ പറയും? മാനസ എനിക്കും സൂര്യയ്ക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ എങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കും? പ്രതിസന്ധിയിൽ നിന്നും എന്നെ ഒന്ന് രക്ഷിക്കണേ അച്ഛ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഭാവന കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ വിജയപത്മനും ജാനകിയും ഗായത്രിയോട് പറയുകയാണ്, ഭാവനയോട് ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ സംസാരിക്കേണ്ട, അവൾക്കത് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് അവൾ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് വിജയപത്മനും ജാനകിയും അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഭാവന വീട്ടിലെത്തിയ ശേഷം രാത്രിയാകുന്ന സമയത്ത് സൂര്യയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. സൂര്യ എന്തുകൊണ്ടായിരിക്കും എൻ്റെ അമ്മയോട് ഇക്കാര്യമൊന്നും പറയണ്ട എന്ന് പറഞ്ഞത്? അമ്മയോട് ഞാൻ എല്ലാ കാര്യവും തുറന്നു പറയുന്നത് സൂര്യയ്ക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്തായാലും എനിക്കിത് വല്ലാത്ത വീർപ്പുമുട്ട് തോന്നുന്നു. ഞാൻ എൻ്റെ അമ്മയോട് എല്ലാ സത്യവും പറയട്ടെ. ഞാൻ എന്തായാലും സൂര്യയ്ക്കൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് സൂര്യയുടെ ഫോണിലേക്ക് ഭാവന വിളിക്കുകയാണ് കേട്ടോ. ഈ സമയത്താണെങ്കിലോ മാനസയാണെങ്കിലോ സ്വപ്നം കാണുകയാണ്. മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ സ്വന്തം അച്ഛനും അമ്മയും കൂടി ഇല്ലാതാക്കുന്നതിനെ കുറിച്ചുള്ള സ്വപ്നം കാണുകയാണ് കേട്ടോ. എന്നിട്ട് പേടിച്ച് നിലവിളിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബഹളവും സൗണ്ടും കേട്ട് നേരെ ജയനിർമ്മല ഓടി വരികയാണ്. എന്താ മോളെ മാനസ എന്ന് ചോദിക്കുമ്പോൾ, ആൻറ്റി എൻ്റെ തൊട്ടരികിലിരിക്കെ എനിക്ക് ആകെ പേടിയാകുന്നു. എൻ്റെ വയറ്റിൽ വളരുന്ന എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറയുകയാണ്. മോൾ സ്വപ്നം കണ്ടതല്ലേ, ഇങ്ങനെ പേടിക്കാതിരിക്കുക എന്ന് പറയണം. അപ്പോൾ ജയനിർമ്മലയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ആൻറ്റി എൻ്റെ തൊട്ടരികിലിരിക്കുക എന്ന് പറഞ്ഞ് പേടിച്ചുകൊണ്ട് മാനസ ഇറുക്കി പിടിക്കുകയാണ്. അപ്പോൾ ഈ ബഹളം കേട്ട് അവിടേക്ക് സൂര്യ വരികയാണ്. എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, അത് അവൾ സ്വപ്നം കണ്ടതാണ്, നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. സൂര്യ നീ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി അവൾക്ക് കാപ്പി ഇട്ടുകൊണ്ട് വരാമെന്ന് പറയാം. അത് വേണ്ട, ഞാൻ കൊണ്ടുവരാം, അമ്മ ഇവിടെ ഇരുന്നോ എന്ന് പറയണേ. അപ്പോൾ ജയനിർമ്മല അത് കൂട്ടാക്കുന്നില്ല കേട്ടോ. അങ്ങനെ ജയനിർമ്മല നീ അവിടെ ഇരിക്കുക, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സൂര്യയെ അവിടെ ഇരുത്തുകയാണ് കേട്ടോ. അപ്പോൾ മാനസയാണെങ്കിൽ സൂര്യ അവിടെ ഇരുന്നപ്പോഴത്തേനും മാനസ പേടി കൊണ്ട് സൂര്യയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ഇറുക്കി പിടിക്കുകയാണ് കേട്ടോ കൈയൊക്കെ. അപ്പോൾ അത് കാണുമ്പോൾ അത് ജയനിർമ്മലയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. അവർ രണ്ടുപേരും അങ്ങനെ ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ അങ്ങനെ ജയനിർമ്മല കിച്ചണിൽ പോയിട്ട് നേരെ കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് വരികയാണ്. ആ സമയത്ത് മാനസ സൂര്യയെ ഇറുക്കി പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട്
ഉറങ്ങുകയാണ് കേട്ടോ. അത് കാണുന്ന സമയത്ത് ജയനിർമ്മലയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ സൂര്യ ജയനിർമ്മലയെ കാണുമ്പോൾ അവിടെ നിന്ന് എണീക്കുമ്പോൾ, വേണ്ട മോനെ, നീ അവിടെ ഇരുന്നോ, മാനസയെ വെറുതെ ഉണർത്തണ്ട, നീ അവിടെ ഇരുന്നേക്ക് എന്ന് പറഞ്ഞ്, അവൾ അഥവാ ഉണരുകയാണെങ്കിൽ ഈ കാപ്പി കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് ജയനിർമ്മല അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യയെ മാനസയുടെ അടുത്ത് തന്നെ ഇരുത്തുകയാണ്. എന്നിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ജയനിർമ്മല അവരെ രണ്ടുപേരെയും മാത്രമായി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന മാനസയെ കാണുന്ന സമയത്ത് ജയനിർമ്മലയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ ജയനിർമ്മലയുടെ മനസ്സിൽ വീണ്ടും പഴയ സ്വഭാവം വരികയാണ്. ഭാവനയെ ഒഴിവാക്കിയിട്ട് സൂര്യയെയും മാനസയെയും ഒന്നിപ്പിക്കണം എന്നുള്ള ചിന്ത ജയനിർമ്മലയുടെ മനസ്സിൽ വരികയാണ് കേട്ടോ. അങ്ങനെ സൂര്യ ആണെങ്കിലോ മനസ്സില്ല മനസ്സോടെ മാനസയുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ സൂര്യ അവിടെ നിന്ന് എണീക്കാൻ നോക്കുന്ന സമയത്തൊക്കെ മാനസ സൂര്യയുടെ കൈ അങ്ങ് ഇറുക്കി പിടിച്ചിട്ട് തൊട്ട് എടുത്ത് തന്നെ എണീക്കാൻ സമ്മതിക്കാതെ അവിടെ തന്നെ ഇരുത്തുകയാണ്. അങ്ങനെ സൂര്യയുടെ തോളിൽ തലയും ചാരി വെച്ച് മാനസ സുഖമായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ മാനസ ഉണരണ്ട എന്ന് കരുതി സൂര്യയും അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് മാനസയുടെ അടുത്ത് ഇരുന്നുകൊണ്ട് സൂര്യയും തല വെച്ച് അങ്ങ് ഉറങ്ങുന്നൊക്കെ ഉണ്ട്. ഈ സമയത്ത് ജയനിർമ്മല റൂമിലേക്ക് പോകുന്ന സമയത്ത് ഭാവനയുടെ കോള് വരുന്നത് സൂര്യയുടെ ഫോണിലേക്ക് വരുന്നത് കാണുകയാണ്. അപ്പോൾ എത്ര വിളിച്ചിട്ടും സൂര്യ എടുക്കാത്തത് കൊണ്ട് ഭാവന മനസ്സിൽ പറയുന്നുണ്ട്, ഇതെന്താ സൂര്യ എടുക്കാത്തത്, ഈ നേരമായിട്ട് ഉറങ്ങാറൊന്നും ആയിട്ടില്ലല്ലോ, പിന്നെ എന്താ സൂര്യ എടുക്കാത്തത് എന്നൊക്കെ ഭാവന മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ ജയനിർമ്മല ആ ഒരു ഫോണിലെ സൗണ്ട് കേട്ട് വരികയാണ്. ഇത് ഭാവനയാണെങ്കിലോ ഇനിയിപ്പോൾ സൈലൻറ്റിലാക്കാം ഫോണ്, അവൾ ഇനി ഇവിടേക്ക് വരണ്ട, അവൾ ഇനി സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കുകയും വേണ്ട എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സൂര്യയുടെ ഫോൺ സൈലൻറ്റിലാക്കുകയാണ് ജയനിർമ്മല. എന്നിട്ട് അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. എന്നിട്ട് താഴേക്ക് വീണ്ടും ചെല്ലുകയാണ്. മാനസയുടെ റൂമിൻ്റെ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ലൈറ്റ് ഓഫാക്കിയിട്ടുണ്ടാവും കേട്ടോ ജയനിർമ്മല പോകുന്ന സമയത്ത് തന്നെ. അപ്പോൾ ആ ഇരുട്ടിലൂടെ നോക്കുന്ന സമയത്ത് സൂര്യയും മാനസയും ചേർന്നിരുന്ന് ഉറങ്ങുന്നത് കാണുമ്പോൾ ജയനിർമ്മലയുടെ മനസ്സിൽ ഒരുപാട് ആശകൾ അങ്ങ് വരികയാണ്. ഇവരെ രണ്ടുപേരെയും വീണ്ടും ഒന്നിപ്പിക്കണം എന്നുള്ള ചിന്ത വരികയാണ്. അങ്ങനെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ ജയനിർമ്മല മാനസയുടെ റൂമിലെ കതകങ്ങ് അടച്ചിടുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യയും മാനസയും റൂമിൽ തനിച്ചാക്കുകയാണ്. എന്നിട്ട് ജയനിർമ്മല ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ നിന്നും പോവുകയാണ്. ഈ സമയത്ത് ഭാവനയാണെങ്കിലും ആകെ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോഴാണ് ഗായത്രി അവിടേക്ക് വരുന്നത്. എന്താ മോളെ, എന്തിനാണ് നീ ഇങ്ങനെ ടെൻഷനാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗായത്രിയെ കാണുമ്പോഴത്തേക്കും ഭാവന അങ്ങ് പൊട്ടിക്കരയുകയാണ് കേട്ടോ. എന്താ മോളെ, എന്താ നിൻ്റെ മനസ്സിലുള്ള പ്രശ്നം, നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് നീ എന്താണ് മറച്ചു വെക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന എല്ലാ കാര്യവും ഗായത്രിയോട് അങ്ങ് പറയുകയാണ്. അമ്മേ, മാനസ വല്ലവരുടെയും കുഞ്ഞിനെയല്ല അവൾ വയറ്റിൽ ഇട്ട് നടക്കുന്നത്, എൻ്റെയും സൂര്യയുടെയും കുഞ്ഞിനെ തന്നെയാണ് എന്നുള്ള കാര്യം അങ്ങ് പറഞ്ഞതോടുകൂടി ഗായത്രി തന്നെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. എന്താ മോളെ ഇനി ഈ പറഞ്ഞത്? അതെ അമ്മേ, മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എൻ്റെയും സൂര്യയുടെയും തന്നെയാണ് എന്ന് പറയാണ്. അടുത്ത എപ്പിസോഡിൽ ഗായത്രിയോട് ഈ സത്യമൊക്കെ പറയുന്ന സമയത്ത് ഭാവന പറയുന്നുണ്ട്, അവളുടെ അമ്മയും അച്ഛനും വന്ന് അവിടെ പ്രശ്നമുണ്ടാക്കാൻ നോക്കി, അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതിൽ പ്രതികളാവും എന്ന് മനസ്സിലാക്കിയിട്ട് മാനസ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഞങ്ങളുടേതല്ല കാമുകൻ്റേതാണ് എന്നൊക്കെയുള്ള കള്ളം പറഞ്ഞത്, അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അമ്മേ എന്നുള്ള കാര്യം പറയുകയാണ്. എനിക്ക് മാനസയെ എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വീർപ്പുമുട്ടും പ്രയാസവുമാണ് വരുന്നത്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യുന്നത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഗായത്രി ഭാവനയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. മോളെ ഇനി വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ്, അമ്മ ഇനി ഈ സത്യം ആരോടും പറയരുത്, കാരണം ആരെങ്കിലും വഴി ഇനി എന്തെങ്കിലും ആരെങ്കിലും പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇതൊരു വലിയ പ്രശ്നമായി മാറും, എന്നോട് സൂര്യ പോലും അമ്മയോട് പറയണ്ട എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ അമ്മയുടെ മുന്നിൽ എനിക്ക് കള്ളം പറയാൻ കഴിയില്ല, എൻ്റെ അമ്മയെ മറച്ചു വെച്ച് ഒരു രഹസ്യവും എൻ്റെ ജീവിതത്തിലുമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഭാവനയെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ ഗായത്രി. ഈ സമയത്താണെങ്കിൽ ജയനിർമ്മല മാനസയെയും സൂര്യയും ഒന്നിപ്പിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഭാവന ഇനി ആ വീട്ടിലേക്ക് വരണ്ട എന്നുള്ള ആ ഒരു ചിന്തയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ഭാവനയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം എന്നുള്ള ചിന്തയാണ് ജയനിർമ്മലയുടെ മനസ്സിൽ വരുന്നത്. പിന്നീട് അഭിയും ഭരത്തും കൂടി ഭാമയെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വരികയാണ് കേട്ടോ. അപ്പോൾ ഭാവനയും സൂര്യയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ ഭാവനയുമായി ഭരത്തും അഭിയും കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ അമ്മ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾക്കെല്ലാം ഭാവനയച്ചിയോട് എത്ര ക്ഷമ ചോദിച്ചാലും മതിയാവില്ല എന്നുള്ള കാര്യം
പറയട്ടോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, അബി നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എൻ്റെ തലയിൽ എന്തൊക്കെയാണോ വരാനിരിക്കുന്നത് അതെല്ലാം ഞാൻ അനുഭവിച്ചല്ലേ മതിയാവും, അതുകൊണ്ട് ഇതിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഭാവന അബിയോട് പറയുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യയുടെ വീട്ടിലേക്ക് ഭാവന പോവുകയാണ്, അബിയുടെ വീട്ടിലേക്ക് ഭാമയും പോവുകയാണ്. അപ്പോൾ അംബാലികയാണെങ്കിലോ തീർത്ഥാടനത്തിന് പോയത് കൊണ്ട് തന്നെ അബിയുടെ വീട്ടിൽ അപ്പോൾ അംബാലികയുമില്ല. അപ്പോൾ അബിയോടും ഭരത്തിനോടും അരുന്ധതി പറയുന്നുണ്ട്, അമ്മ ഇല്ലാത്തത് കൊണ്ട് അനിമാമൻ്റെ ഒരു ചിറകൊടിഞ്ഞത് പോലെയാണ് എന്ന് പറയാണ്. ഇപ്പോൾ അനിമാമൻ്റെ കൂട്ട് ആ മാനസയുടെ അച്ഛനാണ്, അവരൊക്കെ ഇനി അടുത്ത എന്തൊക്കെ പ്ലാനുകളൊക്കെ തുടങ്ങുന്നുണ്ട് എന്ന് അരുന്ധതി പറയുകയാണ്. അതും ഭാവനേച്ചിക്ക് എതിരെ തന്നെ ആയിരിക്കും. അങ്ങനെ ഭാമ വീണ്ടും അബിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് ഭാവന ആണെങ്കിൽ സൂര്യയുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഭാവനയെ കണ്ടതോടുകൂടി ജയനിർമ്മലയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് ഉള്ളിൽ. ഓ വന്നല്ലോ ശല്യം എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഭാവനയെ നോക്കുന്നത്. അങ്ങനെ ജയനിർമ്മലയുടെ ഭാവവ്യത്യാസമൊക്കെ കാണുന്ന സമയത്ത് ഭാവനയ്ക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. ആൻറ്റിക്കിപ്പോൾ ഞാൻ ഇവിടേക്ക് വരുന്നത് പോലും ഇഷ്ടമില്ല, സൂര്യയുടെ ജീവിതത്തിൽ നിന്നും എന്നെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം എന്നുള്ള ചിന്ത തന്നെയാണ് ആൻറ്റിയുടെ മനസ്സിലുള്ളത് എന്നുള്ള ആ ഒരു കാര്യം ഭാവനയ്ക്ക് മനസ്സിലാകുന്നുണ്ട്.